ഹലോ. അപ്പോൾ ഞാൻ ഇന്നലെ നോമ്പ് തുറക്ക് ഉണ്ടാക്കിയ സമൂസയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഷീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ വെജ് സമൂസയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് തന്നെ സവാള ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. സവാള ചെറുതായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒപ്പം ചെറുതായിട്ട് തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നല്ല വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ മസാലയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിൽ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. ക്യാരറ്റോ ക്യാബേജോ ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി വേവിച്ച് ഉടച്ചെടുത്തത് കൂടി ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇതിന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ എന്തായാലും ദേ തണുത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ സമൂസ ഷീറ്റാണ്. അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഞാൻ 10 മിനിറ്റ് മുന്നേ താഴെ വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്നൊരു ഷീറ്റ് എടുത്തിട്ട്, അപ്പോൾ ഇതെങ്ങനെയാണ് മടക്കണതെന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഷീറ്റ് പോലെ പെർഫെക്റ്റ് ആവുമോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് മസാല നിറച്ച് അതിന് ശേഷം മൈദ കലക്കിയ മിക്സ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഉള്ളിലേക്ക് അങ്ങ് ചേർത്ത് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്നും പുറത്തേക്ക് പോവില്ല. അപ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ സ്ക്വയറിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഷീറ്റാണ്. അപ്പോൾ അത് ഇതുപോലെ കോൺ ഷേപ്പിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് ഫില്ലിങ്സ് നിറയ്ക്കണം. അപ്പോൾ ഫില്ലിങ്സ് നിറയ്ക്കുമ്പോൾ ആദ്യം കുറച്ച് നിറയ്ക്കണം, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ പോലെ ഇത് ഉള്ളിലോട്ട് ഫില്ലിങ്സ് പിന്നെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനുശേഷം അതും ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഷീറ്റുകളെല്ലാം ഞാനിവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്കിട്ട് തിരിച്ച് മറിച്ച് വിട്ട് 2 സൈഡും ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതുവരെയും സമൂസ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ആർക്കും കടയിൽ നിന്ന് പൈസ കൊടുത്തൊന്നും വാങ്ങണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.